ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ പ്രഖ്യാപിത ശത്രുക്കളാണ് ലോറൻസ് ബിഷ്ണോയി സംഘം. സൽമാൻ ഖാൻ കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടിയപ്പോൾ തുടങ്ങിയ പക തുടർച്ചയായ കൊലപാതക ശ്രമങ്ങളിലാണ് എത്തി നിൽക്കുന്നത്. സൽമാനെ കൊലപ്പെടുത്താനുള്ള ലോറൻസ് ബിഷ്ണോയി സംഘത്തിന്റെ ഒരു ശ്രമം കൂടി മുംബൈ പോലീസ് പരാജയപ്പെട്ടു. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പൻവേലിൽ വെച്ച് സൽമാന്റെ കാറിന് നേർക്ക് ആക്രമണം നടത്താനായിരുന്നു പദ്ധതി. സൽമാൻ ഫാം ഹൗസിലേക്ക് പോകും വഴി ആക്രമണം നടത്താനാണ് ആസൂത്രണം ചെയ്തിരുന്നത്. ഇതിനായി സംഘം പാകിസ്ഥാനിൽ നിന്ന് തോക്കുകളും വാങ്ങിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. ബിഷ്ണോയി സംഘത്തിലെ ഷൂട്ടർമാരായ ധനഞ്ജയ് താപ് സിംഗ്, ഗൗരവ് ഭാട്ടിയ, വബ്സി ഖാൻ, റിസ്വാൻ ഖാൻ എന്നിവരാണ് പിടിയിലായത്. ഇവർ ഫാം ഹൗസിന് സമീപത്തും സൽമാന്റെ സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സ്ഥലങ്ങളിലും നിരീക്ഷണം നടത്തിയെന്നാണ് വിവരം. 60 മുതൽ 70 പേർ വരെ അടങ്ങുന്ന സംഘത്തെയാണ് കൊലപാതകത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. പ്രായപൂർത്തിയാകാത്തവരെ കൊണ്ട് സൽമാൻ ഖാനെ വധിക്കുകയായിരുന്നു ലക്ഷ്യം. കൊലയ്ക്ക് ശേഷം കന്യാകുമാരിയിലേക്കും അവിടെ നിന്ന് കടൽ മാർഗം ശ്രീലങ്കയിലേക്കും രക്ഷപ്പെടാമെന്നായിരുന്നു വാടക കൊലയാളികൾക്ക് നൽകിയിരുന്ന നിർദ്ദേശമെന്നും പോലീസ് പറയുന്നു. जो सोशल ग्रुप्स जो है जिसका हम लोगों ने जब स्टडी किया तो उसमें काफ़ी सारे वेपन जो है वो एक दूसरे को दिखाते हैं. ऐसे वीडियोज़ भी हम लोगों को मिले हैं, फ़ोटोज़ भी मिले हैं. लेकिन और भी उसमें जब आरोपी आगे के अरेस्ट होंगे उसके बाद हम लोग उसमें कंफर्म बोल सकेंगे कि ये पाकिस्तान से है या दूसरे कुछ कंट्री से है. അധോലോക നായകൻ ലോറൻസ് ബിഷ്ണോയിയുടെ സംഘം തന്നെയാണ് ഈ ആക്രമണത്തിനും പിന്നിൽ. നിലവിൽ തീഹാർ ജയിലിൽ കഴിയുകയാണ് ലോറൻസ് ബിഷ്ണോയ്. ബിഷ്ണോയ് വിഭാഗം വിശുദ്ധമായി കണക്കാക്കുന്ന കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടിയതാണ് സൽമാനോടുള്ള പകയ്ക്ക് കാരണം. സംഭവം നടക്കുമ്പോൾ കുട്ടിയായിരുന്ന ലോറൻസ് വളർന്ന് അധോലോക നായകനായ ശേഷം പലതവണ സൽമാനെ വധിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഏപ്രിൽ 14-ന് ബൈക്കിലെത്തിയ സംഘം ബാന്ദ്രയിലെ സൽമാന്റെ വീടിന് നേർക്ക് വെടിയുതിർത്തിരുന്നു. അന്ന് 4 പേരെ അറസ്റ്റ് ചെയ്തു. 1.5 മാസത്തിനകമാണ് പുതിയ ഗൂഢാലോചനയെക്കുറിച്ചുള്ള വിവരം പുറത്തുവരുന്നത്. ന്യൂസ് 18 മുംബൈ.